മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി മാസം 11-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെ വളരെയധികം മാറ്റിമറിക്കുകയും ഒപ്പം തന്നെ അവിശ്വസനീയമായ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ പലപ്പോഴുമായി നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചപ്പോഴൊക്കെ നേരെ വിപരീതമായി ചില ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ഇപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് മുക്തി നേടുവാനായി കഷ്ടപ്പെടേണ്ട അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഈ 8 നക്ഷത്രക്കാരിൽ ചിലർക്ക് ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് ഇനി മുന്നോട്ടുള്ള ചില സമയങ്ങളിൽ ജീവിതത്തിൽ എന്താണ് നടക്കുവാൻ പോകുന്നതെന്ന് അറിയുവാൻ വളരെയധികം ആഗ്രഹമുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം സാധാരണഗതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി ആശങ്ക അല്ലാതെ വരും ദിവസങ്ങൾ എങ്ങനെയാകുമെന്ന് മനസ്സിൽ കരുതി കൂട്ടുവാൻ പോലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഈ ഫെബ്രുവരി 11-ാം തീയതി തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും ബുധാദിത്യ രാജയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. മാത്രമല്ല ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഫലപ്രകാരം വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു രാജയോഗം കൊണ്ട് ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഫെബ്രുവരി 11-ാം തീയതി ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഫെബ്രുവരി 11-ാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒട്ടനവധി തടസ്സങ്ങളും മാനസിക സമ്മർദ്ദവും ദുഃഖങ്ങളും നിറഞ്ഞ ഒന്നാണ്. കാരണം മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരിൽ പലർക്കും ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടത് എന്തൊക്കെയോ നഷ്ടപ്പെടുകയും ആഗ്രഹിച്ചത് പലതും കയ്യെത്തും ദൂരത്ത് നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളവരാണ്. മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ വലിയ രീതിയിലുള്ള കടബാധ്യതകളും കർമ്മമേഖലയിലെ ചില പ്രതിസന്ധികളും കൊണ്ട് ജീവിതം തന്നെ ഒരു കെട്ടുറപ്പില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിധത്തിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളല്ലാതെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതേയില്ല. എന്നാൽ അത്തരത്തിൽ പല വിധത്തിലുള്ള വിഷമതകൾ കൊണ്ടും എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി 11-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ തലവര തന്നെ മാറ്റുന്ന ഒന്നാണ്. ഇതിൽ ഈ ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ഫെബ്രുവരി 11-ാം തീയതി ബുധനാഴ്ച ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മമേഖലയിൽ തന്നെ ഉണ്ടാകുവാൻ പോകുന്നത് വളരെ വലിയ ഒരു മാറ്റമാണ്. അതായത് തൊഴിൽ സംബന്ധമായി എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരുന്നത് ആ ഒരു പ്രതിസന്ധി നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള ചില കാര്യങ്ങൾ കർമ്മമേഖലയിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും.
പ്രത്യേകിച്ച് ഇതിൽ ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതിന് പ്രതിഫലമായി ശകാരവാക്കുകൾ മാത്രം കേൾക്കേണ്ട ഒരു അവസ്ഥ കർമ്മമേഖലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം അനുഭവിച്ച് മടുത്തിരിക്കുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ആ ഒരു കർമ്മമേഖലയിൽ നിന്ന് മികച്ച ഒരു തൊഴിൽ സാധ്യത കണ്ടെത്തുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഭാഗ്യമാണ് ഈ ബുധാദിത്യ രാജയോഗത്താൽ തെളിയുന്നത്. അത്തരത്തിൽ ദുരവസ്ഥകൾ കർമ്മമേഖലയിൽ അനുഭവിച്ചിരുന്നവർ മാത്രമല്ല, സ്വന്തമായി ഒരു ജോലി തേടി അലയുകയും എന്നാൽ ആ ഒരു സ്വപ്നം നേടിയെടുക്കുവാൻ ഇതുവരെ കഴിയാത്ത ചില വ്യക്തികളും ഇതിലുണ്ട്. അത്തരത്തിൽ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു ദിവസമാണ്. അതായത് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിലേക്ക് ശുഭവാർത്തകൾ വന്നു ചേരുകയും ചില പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഇനി ഇതിനെല്ലാം പുറമേ തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഈ ഫെബ്രുവരി 11 വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ധൈര്യത്തോടെ എടുക്കുവാനും ഒപ്പം തന്നെ ചില കാര്യങ്ങൾ ധൈര്യമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന സമയവുമായിരിക്കും ഇത്. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അധ്വാനിക്കുന്ന പണം ഒന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നത് മാത്രമല്ല, ഓരോ കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി പുതിയ കടങ്ങൾ വാങ്ങുക എന്നതല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അങ്ങനെ പുതിയ കടങ്ങൾ വാങ്ങി ഇപ്പോൾ സമൂഹത്തിൽ തലയുയർത്തി നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിടുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം പോസിറ്റീവായ ചില അനുഭവങ്ങളായിരിക്കും ഈ ബുധാദിത്യ രാജയോഗം കൊണ്ട് ഉണ്ടാകുന്നത്. അതായത് ഉടനെയെങ്ങും കയ്യിലേക്ക് വരില്ല എന്ന് കരുതിയിരുന്ന ചില തുകകൾ, തടസ്സങ്ങൾ നീങ്ങി ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാരുടെ കൈകളിൽ എത്തുകയും അതുപോലെ നിങ്ങളുടെ വരുമാന മേഖലയിൽ ഒരു വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് ഈ ബുധാദിത്യ രാജയോഗം കൊണ്ട് തെളിയുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിറവേറ്റുവാനും ഭാവിയെ ഭദ്രമാക്കുവാനുമുള്ള ഭാഗ്യമാണ് ചിങ്ങം രാശിക്കാരിൽ കാണുന്നത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് പഠനത്തിനും മറ്റുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന കുട്ടികളെ പറ്റിയാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചിങ്ങം രാശിയിൽ പിറന്ന മക്കൾക്കും ഈ ഒരു സമയം വളരെ ഗുണകരമാണ്. അതായത് നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള ചില ആഗ്രഹങ്ങൾ, തടസ്സങ്ങൾ നീങ്ങി പൂർത്തീകരിച്ചെടുക്കുവാനും ഒപ്പം തന്നെ സ്വന്തം കഴിവുകളെ കൂടുതൽ തിരിച്ചറിഞ്ഞ് ചില വിജയങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് കാണുന്നത്. അതിനാൽ തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന ഒരു മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിലും, അതല്ല ചിങ്ങം രാശിയിൽ പിറന്ന മക്കളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും, ചില ഭാഗ്യകരമായ കാര്യങ്ങൾ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങളെക്കൊണ്ട് കാണുവാൻ കഴിയും എന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്ന ഫെബ്രുവരി 11 ബുധനാഴ്ച എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായുമുള്ള ആരോഗ്യസ്ഥിതി മികച്ച രീതിയിൽ തന്നെയായിരിക്കും ചിങ്ങം രാശിക്കാരിൽ നിലനിൽക്കുക. അപ്പോൾ ജീവിതത്തിൽ ഇനിയൊരു മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് വരെ മഹാഭാഗ്യം തെളിയുന്ന ഒരു സമയമാണ് ഈ ബുധാദിത്യ രാജയോഗം കൊണ്ട് വന്നു ചേരുന്നത്. ഇനി അടുത്തതായി
ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് കുറച്ചു കാലങ്ങളായി ജീവിതത്തിൽ വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നത് മാനസിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ശത്രുദോഷം പോലെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളുമാണ്. അതായത് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മുഴുവൻ ആളുകളും അല്ലെങ്കിലും ഒരു ബഹുഭൂരിപക്ഷം പേരും ആ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ ബുധാദിത്യ രാജയോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇപ്പോഴുള്ളതിലും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളുടെ വരുമാനത്തെ ഇരട്ടിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യവും നിങ്ങളിൽ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ചില പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിച്ചെടുക്കുവാൻ ഇതുവരെ കഴിയാത്ത ഒരു അവസ്ഥ നേരിടുകയും ചെയ്തിരുന്ന ചില കന്നിരാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ച ഒരു കാര്യം ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിനെ വീണ്ടും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തിക്കും. ഇനി പ്രത്യേകിച്ച് ഈ ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത് കന്നിരാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് വളരെ ഭാഗ്യകരമായ സമയമാണ്. അതായത് മറ്റാരോടും തുറന്നു പറയുവാൻ കഴിയാത്ത തരത്തിൽ ചില ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുവാനുള്ള ഒരു സാഹചര്യമില്ലാതെ എന്തൊക്കെയോ പ്രതിസന്ധികളിൽപ്പെട്ട് വളരെയധികം വിഷമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ തലവര മാറുന്ന സമയമാണ്. മാത്രമല്ല കാലങ്ങളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് പോലും നടക്കാതിരുന്ന ചില സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കുവാനുള്ള ഭാഗ്യവും കൂടിയാണ് ഈ ഒരു രാജയോഗത്താൽ നിങ്ങൾക്ക് തെളിയുന്നത്. ഒപ്പം തന്നെ കന്നിരാശിയിൽ പിറന്ന സ്ത്രീകൾ ഭാര്യമാരായിട്ടുള്ള ഭർത്താക്കന്മാർക്കും ഈ ഒരു സമയത്ത് ഭാര്യമാരിൽ നിലനിൽക്കുന്ന ഭാഗ്യം കൊണ്ട് ചില ഉന്നമനങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഫെബ്രുവരി 11 ബുധനാഴ്ചയോടെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് നിങ്ങൾ അത്രയധികം പരിശ്രമിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പോലും ഇതുവരെ എത്തിപ്പിടിക്കുവാൻ കഴിയാതിരുന്ന കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില നേട്ടങ്ങളുണ്ട്. അതൊരു പക്ഷേ ഒരു സർക്കാർ ജോലിയോ വിദേശത്തുള്ള ജോലിയോ എന്തുമാകാം. എന്നാൽ ഇത്രയും നാളുകളായി അതിൽ തടസ്സങ്ങളല്ലാതെ ഒന്നും നിങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ ബുധാദിത്യ രാജയോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു സ്വപ്നത്തെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. അതിനു പുറമെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ അവസരങ്ങളും ഈ ബുധാദിത്യ രാജയോഗത്താൽ ചിലരെ തേടിയെത്തും. ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ശത്രുദോഷവും ഒരു കാരണമായിരുന്നു. അതായത് നെഗറ്റീവായിട്ടുള്ള പല ശക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്ന പല നേട്ടങ്ങളെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ രാജയോഗം ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള നെഗറ്റിവിറ്റികളൊന്നും തന്നെ കന്നിരാശിക്കാരെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയുകയും ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ഒരു സമയം എന്ന് പറയുന്നത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ മികച്ച ഒരു അവസ്ഥ നിലനിൽക്കുകയും ഒപ്പം തന്നെ
കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും അവിശ്വസനീയമായ ചില നേട്ടങ്ങളാണ് ഭാവിയിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലും ഈ ബുധാദിത്യ രാജയോഗം കന്യരാശിക്കാരുടെ ജീവിതത്തെ വളരെ ഗുണകരമായ മാറ്റങ്ങളിലേക്കാണ് നയിക്കുവാൻ പോകുന്നത്. ഇനി മൂന്നാമതായി ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗത്താൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഇടവം രാശിക്കാരെ പറ്റി പറയുവാനാണെങ്കിൽ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് എന്നത് തന്നെയാണ് വാസ്തവം. അതായത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സന്തോഷവും സമാധാനവും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളും ജീവിതത്തെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ പെടാപ്പാടുപെടുകയാണ്. അതിൽ തന്നെ ജീവിതത്തിൽ എന്താണ് പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാരണമായി പറയുവാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് പലരുടെയും. കാരണം അത്രയ്ക്ക് വലിയ രീതിയിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും എടുത്തു പറയുമ്പോൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരിൽ 100-ൽ 95% ആളുകളുടെയും ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കടബാധ്യതയും കുടുംബജീവിതത്തിലെ ചില പ്രതിസന്ധികളുമാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷവും സമാധാനവും വേണ്ടത് സ്വന്തം വീട്ടിലാണ്. എന്നാൽ അത്തരത്തിൽ ഒരു സമാധാനമുള്ള അന്തരീക്ഷം വീട്ടിൽ ഇല്ലാത്തതിനാൽ വളരെയധികം മനസ്സ് നിറി ജീവിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് എപ്പോഴും കുടുംബത്തിൽ കലഹങ്ങളും സമാധാനക്കേടുകളും ഉണ്ടാകുന്നു എന്നതിന് പുറമെ തന്നെ വലിയ രീതിയിലുള്ള കടബാധ്യതകളും നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇനി മറ്റു ചില ഇടവം രാശിക്കാർക്കാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലും സാമ്പത്തികം മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. എങ്ങനെയെങ്കിലും കടബാധ്യതകളിൽ നിന്ന് ഒന്ന് കരകയറുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്ന അവസ്ഥ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച ഭാഗ്യദിവസമാണ്. അതായത് ഈ രാജയോഗം നിങ്ങളിൽ പോസിറ്റീവായി നിൽക്കുന്നതിനാൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ചില അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുകയും ഒപ്പം തന്നെ പണം മുടക്കി നിങ്ങൾ ആ ഒരു ദിവസം ചെയ്യുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങളെ വളരെ വലിയ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി ഇതിൽ തന്നെ ചില ഇടവം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ചില വസ്തുക്കൾ കുറച്ചധികം പണം മുടക്കി വാങ്ങുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതായത് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിട്ടും പണമില്ലെന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു ദിവസം സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം നിങ്ങളിൽ തെളിയുന്നത്. ഒപ്പം തന്നെ നിങ്ങളോട് കടം വാങ്ങിയ വ്യക്തികൾ തിരികെ തരാത്തതിനാൽ നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് കരുതിയിരുന്ന ചില തുകകളും കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഈ ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ എത്തും. അതുപോലെ തന്നെ ഏതൊക്കെയോ ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിൽ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും ചില കാര്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണം എന്ന് അറിയാത്ത അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഇല്ലാതാവുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് ഒരു മാറ്റം കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച എന്നത്.
കാരണം ഈ രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളിൽ പോസിറ്റിവിറ്റി വളരെയധികം ഉണ്ടാവുകയും മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ വരെ പോസിറ്റീവാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും ചെയ്യും. നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കുവാൻ കഴിയും എന്നതുപോലെ തന്നെ ഈ ഒരു ദിവസം ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ചില വ്യക്തികളെ സന്തോഷിപ്പിക്കുവാനുമുള്ള യോഗവും ഉണ്ടാകും. ഇനി ഏറ്റവും പ്രധാനമായി വിവാഹ കാര്യങ്ങളിൽ വളരെയധികം തടസ്സമനുഭവിക്കുകയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതിനാൽ ചുറ്റുമുള്ളവരുടെ പരിഹാസവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാരും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഈ ബുധാദിത്യ രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി വരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരികയും വിവാഹ തടസ്സങ്ങൾ നീങ്ങി ഏറ്റവും മംഗളകരമായ രീതിയിൽ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാവുകയും ചെയ്യും. അപ്പോൾ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഇടവം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്കും സന്തോഷിക്കുവാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ആരോഗ്യപരമായി വളരെ മികച്ച അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാർക്ക് അതിർത്തി തർക്കം പോലെയുള്ള എന്തൊക്കെയോ പ്രതിസന്ധികൾ കൊണ്ട് ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ കൊണ്ടുപോലും ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ സമാധാനമില്ലാതാക്കുന്നു. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സമാധാനക്കേടുകൾ ഇല്ലാതാവുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന സമയമായിരിക്കും ഈ ബുധാദിത്യ രാജയോഗത്താൽ വന്നു ചേരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഫെബ്രുവരി 11 ബുധനാഴ്ച എന്ന് പറയുന്നത് ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകലുകയും വളരെ പോസിറ്റീവായ ഒരു സമയം നിങ്ങളിൽ തുടങ്ങുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.